മക്കളെ, അസ്മാസ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് എന്താണെന്ന് മനസ്സിലായല്ലോ കണ്ടപ്പോഴല്ലേ. ഇത് വെള്ളേരി കറി വെക്കട്ട, മുളകൊന്നും ഇടാണ്ട് വെറും പച്ചമുളക് ഇട്ടിട്ട് വെള്ളേരി കറി വെക്കാൻ പോവുകയാണ്. ഇതൊക്കെ മുറിച്ച് ഒരു വെള്ളേരി അത് കേട്ടോ. ഇതൊക്കെ മുറിച്ച് മഞ്ഞൾപ്പൊടി, ഒരു ചെറിയ കഷ്ണം ഉള്ളി, പച്ചമുളകും ഉപ്പും ഒരു ഞെക്ക് പുളി ഒഴിച്ചുകൊണ്ട്, തക്കാളി ഇടുന്നില്ല കേട്ടോ. ഒരു കറി പോലെ ഉണ്ടാവും. ഇങ്ങനെ വെച്ചാൽ അത് ഒഴിച്ചുകൊണ്ട് ഞാൻ അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ പൂവാണ് കേട്ടോ. അതൊക്കെ പണ്ടത്തെ ഈ പൂവൊക്കെ പറിച്ചാൽ നമുക്ക് തിന്നേയിരുന്നു. ഇപ്പം അത് തിന്നാനൊന്നും പറ്റൂല. അപ്പോൾ ഇപ്പോഴത്തെ വെള്ളേരിയൊക്കെ തിന്നുമ്പോൾ ഒരു ഈ കയ്പ്പ് രസമാണ്. ഞാൻ തിന്ന് നോക്കിയപ്പോൾ ഭയങ്കര കയ്പ്പ്. അപ്പോൾ തിന്നാൻ പറ്റണില്ല. അങ്ങനത്തെ കാലങ്ങളാണ് അപ്പോൾ. ഭയങ്കര കയ്പ്പൊക്കെ കാഞ്ഞിരക്കായ് പോലെ കഴിക്കുക. എന്നാൽ ഓക്കെ കേട്ടോ. നല്ലോണം വെന്തിട്ടുണ്ട്, ഉഷാറായി വെന്ത്. നമുക്കിതിൽ തേങ്ങ ആട്ടി വെച്ച് കൊടുക്കണം. വലിയ വലിയ കഷ്ണമാക്കി മുറിച്ചിട്ടോ കേട്ടോ, എടുത്ത് കഴിക്കാൻ വേണ്ടിയിട്ട്. പരിപ്പൊന്നും ഇട്ടിട്ടില്ല. എല്ലാത്തിലും പരിപ്പിടുന്ന ഇഷ്ടമില്ല. ഇവിടെ മോരുകറി വെക്കും പോലെ വെക്കാനാണ് കേട്ടോ. കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തു. എന്നിട്ട് ഞാനിതാ തേങ്ങ, ഉള്ളി, പച്ചമുളകും ഇട്ടുങ്ങാണ്ട് ആട്ടിയതാണിത്. ചെറിയ ഉള്ളി കേട്ടോ. ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തു. നല്ലോണം നിർത്തട്ടെ. അല്ലാണ്ട് വെള്ളം പോലെ ഒന്നുമില്ല കേട്ടോ. ഇതാ കുറുങ്ങനാണിത്. ഇതാ നല്ല കുറുങ്ങനാണ്, വെള്ളം പോലെ ഒന്നുമില്ല കേട്ടോ. ഇത്ര വെള്ളം മതി. ഇതിൽ വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. ഇത് നല്ലോണം ഒന്ന് പതക്കട്ടെ കേട്ടോ. ഇത്തിരി കൂടെ ജീരകപ്പൊടി ഇട്ടുകൊടുത്തട്ടോ. അതാണ് ഈ കളർ കാണുന്നത്. നല്ല ജീരകത്തിൻ്റെ പൊടി കുറച്ചും കൂടെ ഇട്ടുകൊടുത്തതാണ്. ആദ്യം ഞാൻ കുറച്ചിട്ട് ഇപ്പോൾ തേങ്ങ ഒഴിച്ചാരെ കുറച്ച് ഇട്ടു. അപ്പോഴാണ് നമുക്ക് നല്ല ജീരകത്തിൻ്റെ ചൊവ ഉണ്ടാവും. മോരുകറിൻ്റെ ആയി തോന്നും. മോര് ഒഴിക്കുന്നത് ഇവിടെ കുട്ടികളെപ്പൊക്കെ ഇഷ്ടമില്ല. അപ്പോൾ മോരുകറി പോലുള്ള അങ്ങനത്തെ കറി വെച്ചാൽ കുഴപ്പമില്ല. ഇപ്പോൾ അത് നല്ലോണം ഒന്ന് തിളച്ച് വന്നാൽ കറി അടിപൊളിയായി. നല്ല അടിപൊളി കറി കേട്ടോ. കൂടെ വേവാണ്ട് നല്ലോണം തിളച്ചിട്ടുണ്ട്. കുറച്ചും കൂടെ കരിവേപ്പില ഇട്ടെടുത്ത് ഇനി നല്ലോണം വെന്തിക്കുന്നു കേട്ടോ. ഓഫാക്കാം. മോരൊഴിച്ച കറി ഇങ്ങനെ തിളപ്പിക്കരുത്, എല്ലാവർക്കും അറിയാമല്ലോ. പുളി ഒഴിക്കണമെങ്കിൽ നല്ലോണം തിളപ്പിച്ച് വേണം, എങ്കിലേ ഉള്ളൂ ടേസ്റ്റ് ഉണ്ടാവും. ഇതിനൊക്കെ നമുക്കിതാ കുറച്ച് ഉലുവ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഉലുവ നല്ലോണം പൊട്ടുമ്പോഴത്തേനിതാ കുറച്ച് മുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എല്ലാം പൊട്ടട്ടെ. എന്നിട്ട് നമുക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുത്ത്